നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ഏകദേശം ഒരാഴ്ച മുന്നേ തിയേറ്ററിൽ ഇറങ്ങി തെലുങ്കുവിൽ ഒറിജിനൽ റിലീസിൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കും എന്നാൽ മലയാളത്തിലേക്ക് മൊഴി മാറ്റി എത്തിയപ്പോൾ വളരെ മോശം ഫീഡ്ബാക്കും കിട്ടിയ ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് കണ്ണപ്പ. 2 മണിക്കൂർ 55 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ. മുകേഷ് കുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻ കുമാറിന്റെ മകൻ വിഷ്ണു മഞ്ജു. മോഹൻ കുമാർ തെലുഗു സൂപ്പർ സ്റ്റാർ മോഹൻ കുമാറിന്റെ മകൻ വിഷ്ണു മഞ്ജു ആണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നു. രണ്ടും ഒരാളാണ്. ഈ വിഷ്ണു മഞ്ജുവിനെ ഞാൻ അധികം വലിയ കഥാപാത്രങ്ങളിൽ ഇതിനു മുന്നേ സിനിമയിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ പ്രഭാസിനെ ബാഹുബലിക്ക് മുന്നേ ആരും അറിയില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അറിയില്ലായിരുന്നു. പ്രഭാസിനെ ഒരു പ്രഭാസാക്കി മാറ്റിയത് ബാഹുബലിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഈ വിഷ്ണു മഞ്ജുവിൻ്റെ ഒരു കഥാപാത്രം കാണുന്നത്. ഒരു ശിവഭക്തന്റെ കഥയാണ്. അന്ധവിശ്വാസിയായിരുന്ന ഒരാൾ ശിവഭക്തനായി മാറുന്ന കഥയാണ്. ഒരു ലോഡ് ക്യാമിയോ അപ്പിയറൻസസ് ഉണ്ട്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ, ശരത് കുമാർ, പിന്നെ കാജൽ അഗർവാൾ, മാധു എന്ന് വേണ്ട ഒരു വലിയ താരനിര. ഇതിൽ അക്ഷയ് കുമാറും കാജൽ അഗർവാളും ശിവനും പാർവതിയായിട്ടാണ് വരുന്നത്. അവർ ത്രൂ ഔട്ട് തന്നെയുണ്ട് സിനിമയിൽ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, ഈ സിനിമ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡിലാണ്. വളരെ മനോഹരമായ സ്റ്റണ്ണിങ് വിഷ്വൽസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന വിഷ്വൽസ് ആണ്. കഥ തിരക്കഥയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, ഇടയ്ക്ക് എവിടെയോ ഒന്ന് ഡൗൺ ആയെങ്കിലും എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഈ കേട്ട റിവ്യൂവിനനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അല്ല എനിക്ക് തോന്നിയത്. ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന വാച്ചബിൾ ആയിട്ടുള്ള ഒരു മികച്ച എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന എന്നാൽ ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു സിനിമ. അല്ലെങ്കിൽ കൊച്ചു സിനിമയല്ല, കുറച്ച് ലെങ്തി സിനിമയാണ്. ബട്ട് ഭയങ്കരമായിട്ട് ബാഹുബലിയൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ നിരാശയായിരിക്കും ഫലം. കാരണം ഇതിനകത്ത് ഭയങ്കര വലിയ യുദ്ധങ്ങളൊന്നുമില്ല. ഒരു യുദ്ധമുണ്ട്, അത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതാ ബാഹുബലി പോലെ എല്ലാ തെലുങ്ക് സിനിമയും ബാഹുബലിയും KGF പോലെ ആവണമെന്ന് നിർബന്ധം പിടിച്ചാൽ വലിയ പാടായിരിക്കും നമുക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണപ്പ ഒന്നുമല്ല. പക്ഷെ ഒരു ഇമോഷണൽ കണക്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കണ്ണപ്പ കുറച്ച് അധികം ഇമോഷണൽ കണക്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇമോഷണൽ കണക്ട് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ, പ്രണയരംഗങ്ങൾ ചിലതൊക്കെ കാണിച്ചത് ബാഹുബലിയിലെ കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയോ, അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണിക്കാൻ വന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ ഇത് കൂടാണ്ട് നോക്കുമ്പോൾ ഈ വിഷ്ണു മഞ്ജു എന്ന കഥാപാത്രം, ഈ കഥാപാത്രത്തോട് ഈ സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ ഒരു കണക്ട് വരും. അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര വലിയ ആക്ടറാണെന്ന് തോന്നിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ഒരു ക്യൂട്ട്നെസ്സോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, നമുക്കൊരു ഇമോഷണൽ കണക്ട് ഈ ശിവഭക്തനായ തിന്നടു അല്ലെങ്കിൽ കണ്ണപ്പ എന്ന ഈ കഥാപാത്രത്തോട് നമുക്കൊരു പേഴ്സണൽ കണക്ട് വരും. ഇനി ബാക്കി കാമിയോ പെർഫോമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് പറയാൻ പറ്റും, അത് പ്രഭാസിന്റെ ക്യാമിയോ പെർഫോമൻസ് ആണ്. പ്രഭാസ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. വളരെ രസമായിട്ട് പ്രഭാസ് ആ റോള് കൈകാര്യം ചെയ്തു. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത് കുമാറിന്റെ റോളാണ്. ശരത് കുമാർ വളരെ മനോഹരമായിട്ട് ചെയ്തു. അത് ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫുൾ ലെങ്ത്, അത്യാവശ്യം ലെങ്തി ഒരു റോളാണ് ശരത് കുമാർ ചെയ്തത്. ശരത് കുമാറിന്റെ റോള് നമുക്ക് പേഴ്സണലി ഒരു കണക്ട് വരാവുന്ന രീതിയിലാണ്. പിന്നെ ശിവനും പാർവതിയായിട്ട് അക്ഷയ് കുമാറും കാജൽ അഗർവാളും ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ്, ഭയങ്കരമായിട്ടൊന്നും ഞാൻ പറയില്ല. പിന്നെ നമ്മുടെ ലാലേട്ടനുണ്ട്. ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ ബാക്കി ക്യാമിയോ പെർഫോമൻസുകൾ പോലെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആ റോൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ലാലേട്ടൻ വളരെ ഭംഗിയായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇനി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ, അച്ഛനും മകനും അല്ലെങ്കിൽ പല ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന കുറേ ലെങ്തി ഡയലോഗ്സ് എല്ലാം അത് കുറച്ച് ഒന്ന് ക്രിസ്പാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് പഠിപ്പിക്കാൻ അഡ്വൈസ് പോലെ ഇങ്ങനെ ലെങ്തി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്രിസ്പാക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു ചെറിയ ഇതായി മാറി. 2 മണിക്കൂർ 55 മിനിറ്റ്. കാരണം ഇതിനകത്തൊരു പ്രധാന യുദ്ധം ഏകദേശം ഒരു 1.5-2 മണിക്കൂറാകുമ്പോൾ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു യുദ്ധവും കൂടെ ഉണ്ടാവും. പിന്നെ ആ കഥ പോകുന്നത് വേറൊരു രീതിയിലാണ്. പക്ഷെ അത് ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് വിഷ്ണു മഞ്ജുവിന്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. മാധുവിന്റെ പെർഫോമൻസ്, റോജയിലെ നായിക മാധുവിന്റെ പെർഫോമൻസ് എനിക്ക് തുടക്കത്തിൽ ഒട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ആ യുദ്ധരംഗങ്ങൾ അങ്ങ് വന്നപ്പോൾ അവർ അത്യാവശ്യം ആ റോളിനോട് നന്നായിട്ട് നീതി പുലർത്തിയ പോലെ തോന്നി. നായികയുടെ പെർഫോമൻസ് ഇംപ്രസീവ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രസമായിട്ട് തന്നെ അവർ ചെയ്തു. കാജൽ അഗർവാളിന് പാർവതിയായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, അവർ ആ റോള് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് സിനിമയുടെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞു, ന്യൂസിലാൻഡിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണ്. ഞാൻ
എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞെന്ന് തോന്നി. മ്യൂസിക് ഒക്കെ ജസ്റ്റ് ഓക്കെ, ഭയങ്കരമായിട്ട് ബാഹുബലിയൊന്നും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ആ രീതിയിലുള്ള സിനിമയല്ല ഇത്. വേറൊരു രീതിയിൽ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു മെയിൻ യുദ്ധം, അല്ലെങ്കിൽ ഭയങ്കര യുദ്ധം, അല്ലെങ്കിലും അത്യാവശ്യം ആ ഒരു യുദ്ധം സീൻസ് എല്ലാം കാണിച്ചിട്ട് പിന്നെ വേറൊരു ട്രാക്കിലാണ് സിനിമ പോകുന്നത്. എൻഡിങ് ഒക്കെ രസമായിരുന്നു. നമുക്കൊരു ഇമോഷണൽ കണക്ട് കുറച്ചെങ്കിലും തോന്നും. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് കണ്ണപ്പ അനുഭവപ്പെട്ടത്. അപ്പോൾ തിയേറ്ററുകളിലുള്ള സിനിമ അപ്പോൾ കണ്ടു നോക്കൂ, കണ്ട വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.